യാത്രാ ദുരിതത്തിൽ നിന്ന് കരകയറാനാകാതെ ഇടമലക്കുടിയിലെ ആദിവാസികൾ 60 വയസ്സുകാരിയെ കിലോമീറ്ററോളം ചുമന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. കുത്തൊഴുക്കുള്ള തോടും ദുർഘടമായ കാട്ടുപാതകളും താണ്ടിയാണ് കിലോമീറ്ററുകൾ അകലെയുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് വയോധികയെ എത്തിച്ചത്. കാട്ടുകമ്പും കമ്പിളിത്തുണിയും ചേർത്ത് കെട്ടി ചുമന്നാണ് 60-കാരിയായ രാജകന്യയെ ആശുപത്രിയിൽ എത്തിച്ചത്. 2 ആഴ്ച മുമ്പ് ഇടമലക്കുടിയിൽ പനി ശ്വാസമുട്ടൽ മൂർച്ഛിച്ച് മരിച്ച കാർത്തിക്കിന്റെ മുത്തശ്ശിയാണ് രാജകന്നി. പനി, ചുമ, ശ്വാസമുട്ടൽ എന്നിവയെ തുടർന്നാണ് ഇവരെ ഇന്നലെ മാങ്കുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിച്ചത്. സഞ്ചാരയോഗ്യമല്ലാത്ത പാതയിലൂടെ കിലോമീറ്ററുകൾ നടന്നാണ് വയോധികയ്ക്ക് ചികിത്സ ഉറപ്പാക്കിയത്. നല്ല റോഡുകളില്ലാത്തതിനാൽ കാട്ടുവള്ളികളും കമ്പിളിയും ഉപയോഗിച്ചുണ്ടാക്കിയ കട്ടിലിൽ രാജകന്യെ കിടത്തി ചുമന്ന് ഇടങ്ങി ഒറ്റപ്പാതയിലൂടെയാണ് കൊണ്ടുപോയത്. പുരോഗമന കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത സംഭവമാണെന്നും റോഡ് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി OR കേളു ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഏതായാലും ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ ഈ പുരോഗമന കേരളത്തിൽ നമുക്ക് നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. നമ്മളിപ്പോൾ കേരളത്തിന്റെ പൊതുവികസനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടമലക്കുടി ഒരു റിമോട്ട് ഏരിയ ആണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം, നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. പൂർണ്ണമായിട്ടും ഒരു 10-15 കിലോമീറ്റർ വനമാണ്. അപ്പോൾ അനുമതി കിട്ടാൻ വേണ്ടിയിട്ട് കാലതാമസം കേന്ദ്രത്തിൽ നിന്ന് ഒരുപാടുണ്ടായി. പിന്നെ അതിൽ നിന്നൊക്കെ അനുമതി കിട്ടിയതിനു ശേഷമാണ് നമുക്ക് പദ്ധതി വെക്കാനും ഇപ്പോൾ റോഡ് പ്രവൃത്തി ആരംഭിക്കാനും നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഏതായാലും വേഗത്തിൽ അത് പൂർത്തിയാക്കാം. സഞ്ചാരയോഗ്യമായ വഴി സൗകര്യമില്ലാത്തതിനാൽ ഇടമലക്കുടിയിലെ പലർക്കും കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാറില്ല. നിലവിലുള്ള പാതകൾ ചെളിക്കുഴികളും കുണ്ടും കുഴിയുമായി തകർന്നു കിടക്കുകയാണ്. വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇടമലക്കുടിയിലെ ജനങ്ങളുടെ ദീർഘകാലമായി ആവശ്യമായ റോഡ് യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് മലയാളം, ഇടുക്കി.